ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പുൽക്കുട ഒരുക്കുന്നവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലോകം മുഴുവൻ ബെത്ലഹേമിലെ കാര്യത്തൊഴുത്തിലേക്ക് ചുരുങ്ങിപ്പോയ ഒരു ദിനത്തെ ഓർമ്മിച്ചെടുക്കുകയാണ് നമ്മളെല്ലാവരും. സ്വയം മുറിവേറ്റ് മാനവകുലത്തിൻ്റെ പാപങ്ങൾ മോചിക്കുവാനായി കടന്നു വന്ന, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു പുണ്യദിനമാണ് ഇന്ന്. ഈ പുണ്യദിനത്തിൽ എന്നോടൊപ്പം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ആ മുറിവ് ഏറ്റെടുത്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വൈദികർ എൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട ഷിബുവച്ചനും ജെൻസനച്ചനും. നമുക്ക് ഈ സമയം അവരൊന്ന് പരിചയപ്പെടാം. കൂടെ എൻ്റെ സുഹൃത്ത് ഓസ്റ്റിനും ഉണ്ട്. പിന്നെ രണ്ട് അതിഥികളായിട്ട് രണ്ടുപേരും കൂടി നമുക്ക് വരാനുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ജെൻസനച്ചനിൽ തന്നെ തുടങ്ങാം. അച്ഛനെ തന്നെ പരിചയപ്പെടുത്തുക. ജോജ പറഞ്ഞതുപോലെ ഞാൻ ഫാദർ ജെൻസൺ ചന്ദ്രാപ്പിനി എന്നാണ് വീട്ടുപേര്. ലാസ്ലെറ്റ് സഭയിലെ അംഗമായതുകൊണ്ടും ജെൻസൺ ലാസ്ലെറ്റ് എന്ന് പറഞ്ഞു വരുന്നു. ഇപ്പം ബാംഗ്ലൂരാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഇരിങ്ങാലക്കുട രൂപതയിലെ 3 മുറി ഇടവകാംഗമാണ് ഞാൻ. ഷിബുച്ച, അച്ഛനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷിബു നെല്ലിശ്ശേരി. ഞാൻ ഇരിങ്ങാലക്കുട കത്തീഡ്രൽ പള്ളി ഇടവകാംഗമാണ്. ഇപ്പോൾ ചാലക്കുടിക്കടുത്ത് കൊടുങ്ങ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ പള്ളിയിലെ വികാരിയച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ ഇവരെ കൂടാതെ ഇന്ന് രണ്ട് അതിഥികൾ കൂടി നമ്മുടെ കൂടെയുണ്ട്. അവർ ഓൺലൈൻ വഴിയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഡേവിസ് ചിറമലച്ചനും മറ്റൊന്ന് ബാബു കട്ടുകൈമച്ചനുമാണ്. അവരെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. നമുക്ക് അവരിലേക്കൊന്ന് പോവാം. നമസ്കാരം. അപ്പോൾ സ്നേഹഭവനായിട്ട് ജെൻസനച്ചൻ, ഷിബുവച്ചൻ, നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. നിങ്ങളും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അതിമനോഹരമായ ഒരു സാക്ഷ്യം നൽകാനിടയായി എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. 14 വർഷങ്ങൾക്ക് മുൻപാണ് ഇങ്ങനൊരു ശുശ്രൂഷ നമ്മുടെ സഭയുടെ മേഖലയിൽ ഉണ്ട് എന്ന് കണ്ടെത്തുന്നത്. എൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റിൻ്റെ സമയത്ത്, ഗോപിനാഥിന് കൊടുക്കുന്ന സമയത്ത് ലോകത്തിലെ എല്ലാവരുടെ ഭാഗത്തുനിന്നും പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് കിട്ടി എന്ന് നിങ്ങൾ കരുതരുത്, അതുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് ശേഷം, അന്ന് ഞാൻ പറഞ്ഞിരുന്നു 10 വർഷത്തിനുള്ളിൽ 100 പേരെങ്കിലും ഇതുപോലെ ചെയ്യാനിടയാകും. ഇന്ന് 100 അല്ല, 300-ൽ പരം പേരാണ് 10 വർഷത്തിനുള്ളിൽ ഇതേ വഴിയിലൂടെ അപരന് ജീവൻ കൊടുക്കാൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം മുറിച്ചു കൊടുക്കാനിടയായത്. ജെൻസനച്ചനെയും ഷിബുവച്ചനെയും എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ ആ പ്രവൃത്തി, അവിടെ പ്രവർത്തന മേഖലയിലെ അത്ഭുതകരമായ ദൈവിക സാന്നിധ്യമായിട്ട് മാറിയിട്ടുണ്ടാകും. ഞാൻ അനുഭവിക്കുന്നത് അതാണ്. കിഡ്നി കൊടുത്തു എന്നുള്ളതല്ല, അത് കൊടുത്തോന്നെ ഇപ്പോൾ ഓർമ്മയില്ല എനിക്ക്, അതൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഒരു മനുഷ്യനെ നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കാൻ നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ ഓർഡിനറിയായി ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. ജെൻസനച്ചൻ, ഷിബുവച്ചൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഒരു വ്യക്തിയുടെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞതുപോലെ ഞാനാണ് വഴിയെന്ന്, അതെ, നിങ്ങൾ വഴിയാണ് അവരിന്ന് ജീവിക്കുന്നത്. നമ്മൾ വഴിയാകണം. ഈശോ പറഞ്ഞതാണ്, നിങ്ങൾ വഴിയാകണം. നിങ്ങൾ വഴി വീടില്ലാത്തവന് വീട്, നിങ്ങൾ വഴി ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം, നിങ്ങൾ വഴി വസ്ത്രമില്ലാത്തവന് വസ്ത്രം, നിങ്ങൾ വഴി മരുന്നില്ലാത്തവന് മരുന്ന്, നിങ്ങൾ വഴി വിശ്വാസമില്ലാത്തവന് വിശ്വാസം, നിങ്ങൾ വഴി സ്നേഹമില്ലാത്തവന് സ്നേഹം. വഴി എന്നാൽ പരമമായിട്ടുള്ളൊരു കാര്യം, മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവനെ നിങ്ങൾ വഴി, നിങ്ങളുടെ കിഡ്നികൾ വഴി അവന് ജീവിതം കൊടുക്കാൻ സാധിക്കുക. അത്ര വലിയ സന്തോഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഇത് പറയണം. നിങ്ങൾ പലപ്പോഴും പലരും പറയുക, ഞാൻ കിഡ്നി കൊടുത്തു എന്ന് ആരോടും പറയണില്ല അച്ചോ. അതല്ല വേണ്ടത്. ഇന്ന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആൾക്കാർ പറഞ്ഞോണ്ട് നടക്കണത്. പറയേണ്ട കാര്യം പറയൂല, പറയാൻ പാടില്ലാത്ത കാര്യം പറയുകയും ചെയ്യും. എന്താ പറയാ? നല്ലത് നല്ലവണ്ണം പറയണം. ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ, ദൈവവചനങ്ങൾ
സന്ദേശങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൂ, പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇതൊരു ദൈവീക സന്ദേശമാണ്. അത് നിങ്ങൾ ആയിരങ്ങളോട് പറയണം. അതിൻ്റെ പേരിൽ ഞാൻ പ്രശസ്തനാകുമോ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അച്ഛനെ വലുതാക്കാൻ വേണ്ടി പറഞ്ഞു. ഡോണ്ട് തിങ്ക് ദാറ്റ്. നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ കണ്ട് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടണം, നമ്മുടെ മഹത്വമല്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ഒരു കൈ ചെയ്തത് മറ്റേ കൈ അറിയരുത്, അത് ഇതിലല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യം നമ്മൾ തന്നെ പറയണത്, മറ്റുള്ളവർ പറയട്ടെ, അവരും അത് ചെയ്യട്ടെ. നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞു. ജേസുനച്ഛനും ഷിബുവച്ഛനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയല്ല, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ് പങ്കുവെച്ചു കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷയുടെ മേഖലകളിൽ കർത്താവ് ചിന്തിച്ച് ചെയ്തതുപോലെ ശരീരവും രക്തവും പകർന്നു കൊടുക്കാൻ, നമ്മുടെ ഒരു കിഡ്നി എന്ന് പറയുന്നത് ഇത്തിരി മാംസവും ഇത്തിരി രക്തമൊക്കെ ഉണ്ടല്ലോ, അത് കൊടുക്കാൻ സാധിച്ചപ്പോൾ, എൻ്റെ ഓപ്പറേഷൻ്റെ തലേന്ന് ഞാൻ കുർബാന അർപ്പിച്ചപ്പോൾ ആ കൈകളിൽ അപ്പവും വീഞ്ഞും കൈകളിൽ എടുത്തപ്പോൾ, ദിസ് ഈസ് മൈ ബോഡി ആൻഡ് ദിസ് ഈസ് മൈ ബ്ലഡ് എന്ന് പറഞ്ഞപ്പോൾ, ശരിക്കും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ഡോക്ടർ ജോർജ് പി അബ്രാഹം കയ്യിലെടുത്തിട്ട്, ഇതാ അച്ഛൻ്റെ കിഡ്നിയാട്ടാ, അച്ഛൻ്റെ രക്താട്ടാ, ശരീരാട്ടാ എന്ന് പറഞ്ഞ് ഗോപിക്ക് കൊടുത്തപ്പോ എനിക്ക് ബലിയർപ്പിച്ചതിൻ്റെ, കർത്താവ് ബലിയർപ്പിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായി. പുസ്തകത്തിൽ നിന്നല്ല പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ആ ജീവിതത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ. ഞാൻ ഓപ്പറേഷന് പോകുമ്പോൾ എനിക്ക് മരിച്ചു പോയാലും വിഷമില്ലായിരുന്നു. കാരണം ഗോപി ജീവിക്കണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. മരിച്ചാൽ എന്ത്, നമുക്കെന്ത് മരിക്കാതെ ഇത്ര പേടിയെന്ത്? ഈ ഭൂമിയിൽ നമ്മൾ മരിക്കുന്നു പറഞ്ഞിട്ടല്ലേ കർത്താവ് നമ്മൾ ജനിപ്പിച്ചിട്ടുള്ളത്. ധൈര്യമായിട്ടിരിക്കുക. ക്രിസ്തുവിന് വേണ്ടി നമുക്ക് അവനോടൊപ്പം കൂടെ മരിക്കാമെന്ന് പറഞ്ഞ തോമാസ് ഉണ്ടല്ലോ, ആ തോമാസ് ലീഹയാണോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ജൻസനച്ഛനും ശുഭവച്ചനും എല്ലാവിധ ആശംസകളും. ഈ ക്രിസ്മസിന് എല്ലാവിധ നന്മകളും. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ എന്നും പിറക്കട്ടെ. എന്നും ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. താങ്ക് യു ഡേവിസച്ച. ഡേവിസച്ചൻ്റെ പ്രസംഗങ്ങൾ, വാക്കുകൾ അല്ലേ, അത് ഭയങ്കര നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു രീതിയാണ്. ആളുടെ ആ ഒരു അവതരണ ശൈലി തന്നെ. അതിലൊരു തൃശ്ശൂരും കൂടിയും കയറ്റിയിട്ട് ലാസ്റ്റ് നമുക്കിപ്പോൾ എന്താ പോകാനുള്ളതെന്നൊക്കെ ചോദിക്കുന്ന ആ ചോദ്യം ശരിക്കും ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് പലപ്പോഴും നമുക്ക്, എനിക്ക് തോന്നുന്നു, കിഡ്നി കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യം അത് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. എൻ്റെ അപ്പച്ചൻ ഒരു കിഡ്നി പേഷ്യൻ്റായിട്ട് മരിച്ചത്. 5 വർഷത്തോളം ഡയാലിസിസ് പേഷ്യൻ്റ് ആയിരുന്നു. ഡയാലിസിസ് ആയിരിക്കുന്ന സമയത്താണ് മരണപ്പെട്ടത്. ശരിക്കും ഒരു കിഡ്നി പേഷ്യൻ്റ് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ശരിക്കും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കിഡ്നി കൊടുക്കുക, അല്ലെങ്കിൽ അത് കൊടുത്തിട്ട് ഇത്രത്തോളം സന്തോഷമായിട്ട് സംസാരിക്കാൻ പറ്റുക, അതിനെ കാണുക എന്ന് പറയുന്നത്. അപ്പോൾ ഷിബുവച്ചനെയും നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. പക്ഷേ എനിക്ക് ഷിബുവച്ചനെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി കുർബാനകൾ പാടാനും ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, അജഗണത്തിന് വേണ്ടി മുറിക്കപ്പെടുന്ന ഒരു ഇടയനെ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഷിബുവച്ചൻ്റെ ഇടവകയിലെ തന്നെ ഒരു കുട്ടിക്കാണ് കിഡ്നി കൊടുത്തത്. അത് കൊടുക്കാനുണ്ടായിട്ടുള്ളൊരു സാഹചര്യം എന്തായിരുന്നു എന്ന് പറയൂ. എനിക്ക് കിഡ്നി കൊടുക്കണമെന്നുള്ള ആഗ്രഹം ആദ്യമായി വന്നത് ഞാൻ ചായപ്പൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് വികാരിച്ചനായിരുന്നു. അവിടെ ഒരു വല്യപ്പച്ചൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് ദാനം ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് വന്നു. അന്ന് മൃതസംസ്കാര ശുശ്രൂഷയിൽ മറ്റുള്ളവർക്ക് കാഴ്ച കൊടുക്കാൻ വേണ്ടി മരിച്ചു കിടക്കുന്ന ഈ അപ്പൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഞാനിങ്ങനെ 2 വാക്ക് സംസാരിച്ചു. അപ്പം എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യമാണ്, ഞാനും ഇങ്ങനെ കണ്ണൊക്കെ കൊടുക്കാനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു നന്മ പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ, അപ്പം ഞാൻ അറിയുന്നില്ലല്ലോ എൻ്റെ കണ്ണ് മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അത് ദാനം ചെയ്യണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെയാണ് ഞാൻ കിഡ്നി കൊടുക്കണമെന്നുള്ളൊരു ചിന്തയിലേക്ക് കടന്നു വന്നത്. ഒരു വൈദികൻ്റെ കിഡ്നി ആയാലും കണ്ണായാലും കിട്ടുന്നത് ഞാൻ ഇപ്പോൾ ആലോചിക്കുമായിരുന്നു. എത്രമാത്രം ദിവ്യകാരുണ്യ ഈശോയെ എടുത്തുയർത്തി നോക്കുന്നൊരു സമയമുണ്ട് ആരാധനയുടെ സമയത്തും കൂതാശകളുടെ സമയങ്ങളൊക്കെ. അപ്പോൾ ആ കണ്ണ് കിട്ടുന്ന അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി കണ്ണ് കൊടുക്കാൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. കിട്ടുന്ന ആളുടെ വലിയ ഭാഗ്യം. ഓക്കെ, ജനസെന്ന് വെച്ചാൽ അച്ഛൻ
ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ? അച്ഛനും കൊടുത്തത് അച്ഛൻ്റെ ഇടവകത്തിലെ അംഗത്തിന് തന്നെയാണ്. അച്ഛൻ കാര്യം ലാസ്ലേറ്റിലാണെങ്കിൽ പോലും പക്ഷെ കൊടുത്തത് സ്വന്തം ഇടവകയിൽ തന്നെ ഒരു കുട്ടിക്കാണ്. അത് കൊടുക്കാനുണ്ടായിട്ടുള്ളൊരു കാരണം അല്ലെങ്കിൽ പ്രചോദനം എന്തായിരുന്നു വെച്ചാൽ? ഞങ്ങളുടെ ഒരു ആനുവൽ അസംബ്ലി സമയത്ത് അവയവദാനത്തെക്കുറിച്ച് ഇങ്ങനെ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. മരണശേഷം ബോഡി മുഴുവൻ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ആ സമയത്താണ് തോന്നുന്നത് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത കയറി വന്നത്. ഞാനിത് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുതല്ലോ, അതല്ലേ ജോജോ? അപ്പോൾ ഇത് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചു. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചിലരോടെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന തീരുമാനം തെറ്റിപ്പോകും. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഈ തീരുമാനങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായൊരു ഉത്തരം നൽകുമെന്ന് ഉറപ്പുള്ള ഒരു അൽമായ സുഹൃത്തിനോടാണ് ഞാനത് പറഞ്ഞത്. ജീവിതത്തിൽ ആദ്യമായിട്ട് പറഞ്ഞത് അത് ജയ്മോൻ കുമരകം എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിനോടാണ്. അപ്പം അദ്ദേഹം എന്നോട് ഉടനെ പറഞ്ഞ ഒരു കാര്യപ്രകാരമുണ്ട്. എന്നെ വെച്ചാൽ അച്ഛൻ ഈ കാര്യം ആരോടും പറയരുത്. എന്നോട് പറഞ്ഞു, ഇനി ആരോടും പറയരുത്. അച്ഛൻ്റെ മാതാപിതാക്കളോടോ സഭാ അംഗങ്ങളോടോ ആരോടും പറയരുത്. അച്ഛന് കൊടുക്കാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി എങ്ങനെയെങ്കിലും അച്ഛനെ തേടി വരും. അതാണ് ഇതിൻ്റെ പിറകിലുള്ള ദൈവഹിതം. അതുവരെ നിശബ്ദനായിരിക്കുക. കർത്താവ് പറയുന്ന പ്രചോദനം നൽകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അച്ഛനത് നിറവേറ്റപ്പെടും. ഇത് ദൈവികമാണ് എന്നുണ്ടെങ്കിൽ. നമ്മൾ തമ്മിൽ കാണുന്ന സമയത്ത് അങ്ങനെ ഒരു തീരുമാനത്തിൽ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ? നമ്മൾ തമ്മിൽ പാട്ടിന്റെ വർക്കൊക്കെ വർക്കിന്റെ സമയത്ത് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊന്നും തീരുമാനത്തേക്ക് വന്നിട്ടില്ലേ? ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ജെൻസൺ അച്ഛൻ്റെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഉത്തരവാദിത്തം എടുക്കുമ്പോൾ ആരോടും പറഞ്ഞില്ലെങ്കിൽ പോലും വീട്ടുകാരോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും തീരുമാനത്തിന് ശേഷം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. മോനെ ജെൻസ, ഇത് കൊടുക്കണ്ടടാ മോനെ. ഇതെങ്ങനെയാ നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റുക? അമ്മ ജീവിച്ചിരിക്കലേ എൻ്റെ മോൻ മുറിയപ്പെടാന്ന് പറഞ്ഞ് അത് അമ്മയ്ക്ക് ഓർക്കാൻ പോലും പറ്റാത്തൊരു സംഗതിയാണ്. ജെൻസൺ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞേ, അമ്മച്ചിയോട് ഞാനൊരു കാര്യം പറയാൻ പോവാണ്, അമ്മച്ചിയോടും അപ്പച്ചനോടും പറഞ്ഞു. കാര്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ കിഡ്നി ഒരെണ്ണം ഒരു കൊച്ചിന് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കിഡ്നി കൊടുക്കേ? അപ്പോൾ പറഞ്ഞു, ആ കിഡ്നി കൊടുക്കുകയാണ്. ആ കൊച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഒരു നേഴ്സ് കുട്ടിയാണ്, 10-27 വയസ്സായിട്ടുള്ളൂ, ചെറുപ്പം കുട്ടിയാണ്. ഏറ്റവും അത്രത്തെ കഴിവുള്ളതൊന്നല്ല, പാവങ്ങളാണ്. അപ്പോൾ നീ എന്തിനാ അങ്ങനെ തീരുമാനിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ഒരു അടക്കിന് പോയതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ സണ്ണി അച്ഛനും ആ ബേബി ചേട്ടനൊക്കെ കണ്ട് പറഞ്ഞ് ഞാനിങ്ങനെ കൊടുക്കുന്ന മനസ്സിൽ കുറേ നാളായി വിചാരിക്കണം. അതിനൊത്ത ഒരാളെ കിട്ടാനായിട്ട് കാത്തിരിക്കായിരുന്നു. ഇപ്പോൾ ഈ കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി കഴിഞ്ഞപ്പോൾ അത് ചേരുന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് വേറെ ആരെങ്കിലും കൊടുത്തല്ലോ. അതല്ല അമ്മേ, ഞാൻ കൊടുക്കാമെന്ന് ആ കുട്ടിക്ക് വാക്കും കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ കൊടുക്കാനേന്ന് പറഞ്ഞു. എൻ്റെ മോനെ അവർ വേറെ ആരെങ്കിലും അന്വേഷിക്കട്ടെ, കൊടുക്കട്ടെ. അത് ശരിയാവില്ല അമ്മേ, ഇപ്പം എൻ്റെ ചേരുന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മയുടെ പ്രാർത്ഥന പോലെ അത് ചേരില്ല, ആ കൊച്ചിന് അത് ചേരില്ല. ഞങ്ങൾ വേറെ ഡോക്ടർമാരെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് എൻ്റെ ഇത് അങ്ങോട്ട് ചേർന്ന് പോരില്ല, അത് തന്നെ ഭയങ്കര ലോവാണ് എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഓ, സമാധാനമായി. അങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് പറയുന്നത്, അമ്മ അത് ശരിയായി കേട്ടാ, ഓക്കെയാണ്. അവർ വേറെ ആശുപത്രിയിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അത് ശരിയാണ്, എടുക്കാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആദ്യമേ പുതിയ ടെസ്റ്റുകളൊക്കെ തുടങ്ങി. ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളാദ്യം വേണ്ടാന്ന് വെച്ചതല്ലേ കുട്ടാ, ഇനിയിപ്പോൾ അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതിന് ഇനി അമ്മയുടെ അനുവാദം ആർക്ക് വേണം? അമ്മ ഒപ്പിട്ടൊക്കെ തന്നെല്ലാം ശരിയായി ഇതല്ലേ. എന്നാൽ പോലീസുകാരൊക്കെ വന്നപ്പോൾ അമ്മ സമ്മതിച്ച് കൊടുത്തതല്ലേ, ആ പേപ്പറുകളിലൊക്കെ ഒപ്പിട്ട് കൊടുത്തതല്ലേ. ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇനി അമ്മയുടെ അനുവാദം ഒന്നും വേണ്ട, അത് കൊടുക്കാനേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ. അപ്പോൾ പെങ്ങന്മാരും പറഞ്ഞു എന്തായിരുന്നാലും വേണ്ട എന്ന് തന്നെ പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞു ഒറ്റതിൽ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇനി ഞങ്ങൾ ഒപ്പിട്ട് തരുന്ന ഒരു പരിപാടിയില്ല എന്ന് പറഞ്ഞു. ഇനി അപ്പച്ചൻ്റെ ഒപ്പും അമ്മയുടെ ഒപ്പും എല്ലാം ചെന്നിട്ടുണ്ട്. എത്തേണ്ടടുത്തൊക്കെ അതെല്ലാം എത്തിയിട്ടുണ്ട്. റോമിലേക്കും പോയി അച്ഛന്മാരും ഇവിടുന്ന് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛനെ എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ. ഇപ്പോൾ ഈ കൊച്ചിന് അമ്മ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ശരിയാകുമ്പോൾ ഞാനത് കൊടുക്കും. ആ കുട്ടിയുടെ ജീവനല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മ ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അമ്മയുടെ മക്കൾക്ക് അങ്ങനെ വന്നതെന്നുണ്ടെങ്കിൽ അമ്മ എവിടേക്കാണ് ഓടുക? അപ്പോൾ ഈ അമ്മയുടെ വാക്ക് എന്തായിരിക്കും? അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ,
എൻ്റെ മക്കളുടെ പോലെ തന്നെയല്ല ആ ഒരു കൊച്ചു. അതിൻ്റെ ഒരു ജീവിതം കിട്ടുകയാണെങ്കിൽ പക്ഷേ എൻ്റെ മോന് വല്ല കുഴപ്പമുണ്ടാവും, അമ്മയ്ക്ക് ഗ്യാരണ്ടി തരണേ എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അമ്മേ അച്ഛനെ നോക്കിയാൻ, ആ അച്ഛന് ഒരു കൊടുത്തിട്ട് കുഴപ്പമില്ല, എത്രയോ അച്ഛന്മാർ കൊടുക്കണം, ആർക്കും ഒരു കുഴപ്പമില്ല, പിന്നെ അമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇതേ ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് ഞങ്ങൾ ഓപ്പറേഷൻ്റെ അന്ന് പള്ളിയിൽ ആരാധനയും ഉപവാസം എടുത്ത ആരാധനയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു, ഇടവക്കാരും ഞങ്ങളുടെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ആരാധനയും കുർബാനയും ഞങ്ങളന്ന് 2 കുർബാന ഏൽപ്പിച്ചു. 2 പേർക്ക്, ആ കുട്ടിക്കും ജെൻസന് വേണ്ടിയിട്ട് എത്തിച്ചു. അച്ഛനും ഉപവാസം എടുത്ത് തന്നെ ഒപ്പം ഇരുന്നു പ്രാർത്ഥിച്ചു. അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ പക്ഷേ അപ്പം എനിക്ക് ഷുഗറൊക്കെ ഉള്ളതിന് ഭക്ഷണം കഴിക്കാണ്ടൊക്കെ വല്ല കുഴപ്പമുണ്ട്, ഒരു കുഴപ്പമുണ്ടായില്ല. ഉപവാസം ഇരുന്ന് അവിടുന്ന് മിനിറ്റിന് വിളിക്കുന്നുണ്ടായിരുന്നു, അവിടെ ബ്രദർ കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് വിളിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെയാണ് ഞങ്ങളതൊക്കെ നിർത്തി പോന്ന് ചായ കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായി, അതും കുടിച്ച് ഞങ്ങൾ പോന്നത്. പിന്നെ മോനെ കണ്ടത് വീട്ടിൽ വന്നിട്ടാണ്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു എവിടെയൊക്കെ ഒരു വിഷമം വരുന്നുണ്ട്. കാരണം നമ്മുടെ മക്കളും നിലത്ത് വീണ് കഴിഞ്ഞാൽ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, കുഞ്ഞിൻ്റെ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാവും. അപ്പോൾ മോനെ കൊണ്ടുപോയി അത് സർജറി ചെയ്ത് അങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്യാവുന്നൊരു കാര്യം. ഇത് വലിയ പ്രൊസീജിയറും ഉണ്ടല്ലേ, ഇവരുടെ ഒപ്പ് കിട്ടാതെ നടക്കുന്നില്ല. എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത് ഒരു 2 വരി പാട്ടാണ്. അത് എനിക്ക് തോന്നുന്നു ഈ സമയത്ത് കറക്റ്റ് ആപ്റ്റാവുന്നൊരു പാട്ടാണ്. എന്നമ്മയോർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയോർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കൺകളില. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കൺകളില. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരില. ചേർന്ന് പാടാ വച്ചാ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. ഒരിക്കൽ കൂടി. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. ഓക്കെ, ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അമ്മ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ വീട്ടിൽ അപ്പച്ചന്മാരുണ്ടെങ്കിലും അമ്മ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഒരുപക്ഷെ മാതാവിലേക്കും ഈശോയിലേക്കും ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ പേഴ്സണലായിട്ടും. കാരണം അപ്പച്ചന്മാർ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അമ്മയായിരിക്കും എപ്പോഴും നമ്മളെ ശകാരിക്കുകയും ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ അമ്മ ഒരുപക്ഷെ നമ്മുടെ ശത്രുവാവും, മിത്രമാവും, സഹോദരനാവും. പല രീതിയിലാണ് അമ്മ നമ്മുടെ അടുത്ത് പെരുമാറാറ്. ചെറുപ്പത്തിലൊക്കെ നമുക്ക് പലപ്പോഴും അമ്മോട് ചില സമയത്തൊക്കെ ദേഷ്യം തോന്നും. അതായത് ഇതെന്താണ് അമ്മ അങ്ങനെ പിന്നാലെ കിടന്ന് എന്നെ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കണേ, എന്തിനാണ് എന്നെ അങ്ങനെ ശകാരിക്കണേ. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇങ്ങനൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാനെന്ന വ്യക്തി ഇന്ന് ഈ സീറ്റിലിരിക്കേണ്ടി ഉറപ്പായിട്ടും. അത് സത്യമായൊരു കാര്യമാണ്. അച്ഛന് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് അച്ഛാ? അമ്മ ഈ ഇപ്പം പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പം അമ്മ ഒരു വികാരമാണ് ജോജോ. ആർക്കായാലും അമ്മ ഒരു വികാരമാണ്, അപ്പനും ഒരു വികാരം തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ വൈദികരെ സംബന്ധിച്ചിടത്തോളം അമ്മ അപ്പൻ എന്ന് പറയുന്നത് വീടുമായി നമ്മെ ബന്ധപ്പെടുത്തുന്ന ഏറ്റവും വലിയ കണ്ണിയാണ്. ആ കണ്ണി മുറിഞ്ഞു കഴിയുമ്പം എനിക്ക് പിന്നെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ കാരണങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്. സഹോദരനും സഹോദരിമാർക്കും ഒക്കെ അവരുടേതായ കുടുംബങ്ങളുണ്ട്. പക്ഷെ അപ്പൻ അമ്മ എന്ന് പറയുന്നത് അതൊരു കണ്ണിയാണ്. അപ്പം അമ്മ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അമ്മ നൊമ്പരപ്പെടണമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ല ഒരു അമ്മ എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ ഒരമ്മ നൊമ്പരപ്പെട്ടില്ലെങ്കിൽ അതിനകത്തെന്തോ അസ്വാഭാവികതയുണ്ട്. അതുകൊണ്ടല്ലേ ഈശോയുടെ മരണം തന്നെ പുൽക്കൂടിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും ആലോചിച്ച് നോക്കണേ,
മറ്റു പലരും ഓടിപ്പോയപ്പോൾ എന്തുകൊണ്ടാണ് ആ ഭൂമി ഇളകി കുലുങ്ങി, പാറകൾ ഇളകി എന്നൊക്കെ പറയുന്നു, ഭൂമിയെങ്ങും അന്ധകാരമായിരുന്നു, എന്നിട്ടും കുരിശിൻ ചുവട്ടിൽ നിന്ന് മാറാതെ നിന്നൊരു വ്യക്തി അമ്മയാണ്. എന്തുകൊണ്ടാണ്? അത് മറ്റാരുമല്ല അവിടെ മുറിയപ്പെടുന്നത്, എൻ്റെ മോനാണ്. അതാണ് ഒരു അമ്മയും മകനും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നത്, എൻ്റെ അമ്മ ഞാനിത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ അമ്മയെ സ്നേഹം കൂടുമ്പോൾ മറിയൻകുട്ടി എന്നൊക്കെ വിളിക്കാറ്. അപ്പം വിളിക്കുന്നതാണ്, പക്ഷെ നമ്മൾ പേരെടുത്ത് നിങ്ങളാരും വിളിക്കരുത്, പക്ഷേ ഞാനങ്ങനെ പറയാറുള്ള കാര്യമാണ്. അപ്പം അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ ഞാൻ കൊടുത്താൽ മതിയോ എന്ന്. അതൊന്ന് ചിന്തിച്ച് നോക്കി, ഇമാജിൻ ദാറ്റ്, ഞാൻ കൊടുത്താൽ മതിയോ? അപ്പം അമ്മയ്ക്ക് ഷുഗറും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഒരു അമ്മ എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഒരു വഴിയിലേക്ക് ആയാലും എൻ്റെ മക്കളങ്ങനെ ആകരുത് എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അത് അങ്ങനെ അമ്മ ചോദിച്ച് ഞാൻ ഈ വിഷയം അമ്മേനെ കണ്ടപ്പം പെട്ടെന്ന് ഓർക്കുകയാണ്. തീർച്ചയായിട്ടും അമ്മയെ അപ്പനെ സമ്മതിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷേ അതിനകത്തൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ സാധാരണ എന്ത് കാര്യം ചെയ്യണമെങ്കിലും എൻ്റെ അപ്പച്ചൻ നഷ്ടപ്പെട്ടു പോയി എനിക്കിപ്പോൾ. അപ്പോൾ പക്ഷേ ആദ്യം അപ്പച്ചനോട് എന്ത് പറഞ്ഞാലും അപ്പച്ചൻ ഓക്കെയാണ്, ഓക്കെ. പക്ഷെ അമ്മയെ സമ്മതിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. സാധാരണ നോർമൽ കാര്യങ്ങൾ. ഇങ്ങോട്ട് നോക്കുമ്പോൾ, ഷിബച്ചനെ നോക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയ വിഷമം എന്ന് പറയുന്നത്, ഷിബച്ചന് അമ്മജി അപ്പച്ചനും നഷ്ടപ്പെട്ട അച്ഛനാണ്. സങ്കടം വരുന്നുണ്ട് എനിക്ക് പറയുമ്പോൾ, കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. അമ്മയുടെ വികാരങ്ങൾ എന്തായാലും ചെറുപ്പത്തിൽ അച്ഛന് കുറേയേറെ നല്ല മൂല്യങ്ങളും ഓർമ്മകളും തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണേ. എന്തൊക്കെ പറഞ്ഞാലും അച്ഛന് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ജനസ്നേഹനും ജോജോയൊക്കെ പറഞ്ഞ പോലെ അമ്മ എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു വികാരം തന്നെയാണ്. സത്യത്തിൽ ജനസ്നേഹൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ജനസ്നേഹനോടൊരു ചെറിയൊരു അസൂയ. കാരണം അമ്മയുണ്ടല്ലോ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മച്ചി മരിക്കുന്നത്. അപ്പം എനിക്കെന്നും ക്രിസ്മസ് ആകുമ്പോൾ ഞാൻ അമ്മയെ പ്രത്യേകം ഓർക്കും. കാരണം ഒരു ക്രിസ്മസ് നാളിലാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഒട്ടും പറ്റാത്തൊരു സാഹചര്യത്തിൽ, വളരെ ചെറുപ്പമാണ്, അപ്പോൾ ഞാൻ 6ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അങ്ങനെ ഒട്ടും കഴിക്കാൻ പറ്റാണ്ട്, കേക്കൊക്കെ മുറിച്ച് അതൊന്നും കഴിക്കാൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടി. ഇപ്പോൾ പല പ്രാവശ്യം ഡോക്ടറെ അടുത്തൊക്കെ പോകുമ്പോൾ ടോൺസിലൈറ്റിസ് പഴുത്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരിതാണ്. അന്ന് ക്യാൻസറിനെ കുറിച്ചുള്ള ചിന്തയൊന്നും അധികമില്ല. പക്ഷേ അന്നനാളത്തിൽ ക്യാൻസർ വന്നതായിരുന്നു. പിന്നെയാണ് അത് മനസ്സിലാകുന്നത്. ഏകദേശം ഒരു വർഷത്തോളം ചികിത്സയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒക്കെ സുഖപ്പെട്ട് വന്നു എന്നൊക്കെ ഞങ്ങൾ കരുതിയൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ഡിസംബർ മാസം 5-ാം തീയതിയാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അപ്പം അച്ഛനിങ്ങനെ കിഡ്നിയൊക്കെ കൊടുക്കുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നു. അമ്മയെ ടി വിയിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അച്ഛൻ പറഞ്ഞ പോലെ ഒരു അമ്മയും മകൻ നഷ്ടപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കില്ല. എന്തോ ഒരു തെറ്റിദ്ധാരണയുള്ളത്, കിഡ്നി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആൾ മരിച്ചു പോകുന്നതാണ് ഈ അമ്മയുടെയും വീട്ടുകാരെയൊക്കെ ചിന്ത. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ 2 എല്ലാവരുടെയും ഒരു ചിന്താഗതി. അപ്പോൾ സ്വന്തം അമ്മ അല്ലാതെ ഇരുന്നിട്ട് പോലും എൻ്റെ ഇപ്പോഴത്തെ അമ്മയ്ക്കും ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര എതിർപ്പായിരുന്നു. അത് വേറെ ആരെങ്കിലുമൊക്കെ കൊടുത്തോളും, കർത്താവ് അത്ര ആയുസ് കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി, അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ അവരുടെ പ്രതികരണം. ഭയങ്കര ദേഷ്യത്തിലുള്ള പ്രതികരണമൊക്കെയാണ് ആദ്യം കിട്ടിയത്. എന്നെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു. പിന്നെ പെങ്ങന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2 പേർക്കും അപ്പനുമില്ല അമ്മയുമില്ല, പിന്നെ ഞാനാണ് ആകെ ഒരു ആശ്രയമുള്ളത്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇനി ഈ വീട്ടിലേക്ക് വരാനൊരു ആശ്രയമുള്ളത് ആളും കൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് അവരുടെ അടുത്തൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല. ലാസ്റ്റ് നമ്മളൊരു ഇൻ്റർവ്യൂ, ഗവൺമെൻറ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് ഇവരെ കൊണ്ടുപോകണം. അപ്പോൾ ഒപ്പൊക്കെ വേണം. ആ സാഹചര്യത്തിലാണ് ഇവർ അറിയണത് ഞാൻ ഇങ്ങനെ കിഡ്നി കൊടുക്കാൻ പോകാന്നുള്ള കാര്യം. ഇവരുടെ സജഷനൊന്നും ചോദിക്കാനൊന്നും ഞാൻ അധികം പോയില്ല. വെറുതെ ഇങ്ങനെ കൊടുക്കാന്നുള്ളതല്ല, വെറുതെ ഇങ്ങനെ സൂചിപ്പിച്ചപ്പോഴേക്കും എതിർപ്പ് ഭയങ്കരമായിട്ട് കണ്ടപ്പോൾ പിന്നെ അവിടെ ഇരിക്കട്ടെ, ആ സമയമാകുമ്പോൾ പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. പിന്നെ ലാസ്റ്റ് എൻ്റെ അനിയത്തിക്ക് ഒരു മകനുണ്ട്, മൂത്ത പെങ്ങൾക്കും 2 മക്കളുണ്ട്. പക്ഷെ അനിയത്തിയാണ് കൂടുതലായിട്ട് ഇങ്ങനെ എതിർത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ അനിയത്തി അടുത്ത് ചോദിച്ചു, ജോയൽ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ജോയലിനാണ് ഇത് വന്നിരുന്നത്, നിങ്ങളുടെ വികാരിച്ചൻ കൊടുക്കാൻ തയ്യാറായി കഴിയുമ്പോൾ ആ വികാരിച്ചൻ്റെ പെങ്ങന്മാർ ഇതുപോലെ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെങ്ങന്മാരോട് എന്താണ് തോന്നാന്നൊക്കെ ചോദിച്ചു. അത് ശരിക്കും കൊണ്ടു. അതോടുകൂടി പിന്നെ മൂത്ത പെങ്ങളാണെന്നുണ്ടെങ്കിൽ മല കയറാൻ വരുമായിരുന്നു. ഞാനന്ന് കനകമലയിലാണ്. അപ്പോൾ ഒരു ദിവസം കുർബാന കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ എൻ്റെ മൂത്ത പെങ്ങൾ എന്നോട് പറഞ്ഞു, ഒരു ചേച്ചി മാത്രം ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛൻ ആ ചേച്ചിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചേച്ചിയാണ് ഞാൻ കിഡ്നി കൊടുക്കാൻ പോകുന്ന ആ പയ്യൻ്റെ അമ്മ.
അപ്പം അത് പറഞ്ഞപ്പോൾ ചേച്ചിയും എൻ്റെ പെങ്ങളും ഒരുപാടന്ന് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സാരില്ല, ആ ചേച്ചി ഒന്ന് ചിരിച്ച് കാണണം എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചാണ്. അങ്ങനെയൊക്കെയാണ്. വീട്ടിൽ നിന്ന് പൊതുവെ എതിർപ്പായിരിക്കും, പക്ഷേ അവരെല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് സമ്മതിച്ച് ഇങ്ങനെ കൊടുക്കാനൊക്കെ പോയത്. അതായത് ഞാൻ പലപ്പോഴും അച്ഛൻ്റെ കയ്യിലെപ്പോഴും അമ്മ ഇല്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അച്ഛനെ കാണുമ്പോൾ എപ്പോഴും അമ്മ കൂടെയുണ്ട്. നമ്മളെ കാണുമ്പോൾ അമ്മ കൂടെയുണ്ടെന്ന് അറിയാൻ പറ്റില്ല, പക്ഷേ അച്ഛനെ കാണുമ്പോൾ എപ്പോഴും, ഞാൻ എപ്പോൾ കണ്ടാലും അച്ഛൻ്റെ കയ്യിൽ ജപമാല ഒരു ക്രോസ് ഇല്ലാത്തൊരു സമയം ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും എന്ത് സംസാരിക്കുമ്പോൾ എന്ത് കാര്യത്തിനായാലും. നമുക്ക് ആ അച്ഛൻ അനുവാദം നൽകിയ ചേച്ചിയിലേക്കൊന്ന് പോകാം, വലിയ ചേച്ചിയിലേക്ക്. നമുക്കൊന്ന് അവരെന്താ പറയാൻ നോക്കാം. ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും കനകമല കയറാൻ പോകാറുണ്ടായിരുന്നു. മല കയറി മുകളിലെത്തുമ്പോൾ ഒരു ചേച്ചീനെ എല്ലാ വെള്ളിയാഴ്ചയും കാണാറുണ്ട്. ആ ചേച്ചി കുർബാന തുടങ്ങി അവസാനം വരെ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണത് കണ്ടപ്പോൾ താഴെ വരുമ്പോൾ, മല ഇറങ്ങി താഴെ വരുമ്പോൾ ഞാൻ അച്ഛനോട് പറയും, ഒരു ചേച്ചി എന്നും ഭയങ്കര കരച്ചിലാണല്ലോ അച്ഛൻ, അതെന്താന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ, ആ ചേച്ചീനെ ചേച്ചി കണ്ടില്ലേ, ആ ചേച്ചിയുടെ വിഷമം കൊണ്ട് കരയണതാ, അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അത് അച്ഛൻ കിഡ്നി കൊടുക്കാൻ പോകുന്ന മകൻ്റെ അമ്മയായിരുന്നു അത്, ആ ചേച്ചി. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ, ഒരമ്മയുടെ കരച്ചിലാണത്. ആ ചേച്ചിക്ക് ആ മകനെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോഴത്തെ വേദന അത് അത്രയ്ക്കും വേദനയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളെന്തിനാ വിഷമിക്കണേ, നിങ്ങളുടെ മക്കൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരണേന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരാളിങ്ങനെ ഒരു സൽപ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെതിര് പറയില്ലല്ലോ എന്തായാലും. അച്ഛൻ ഞങ്ങളുടെ അടുത്ത് വന്ന് കിഡ്നി കൊടുക്കണതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും, വീട്ടിലെല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, ഷോക്കായ പോലെ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ. എല്ലാ കാര്യങ്ങളും അച്ഛൻ അവരായിട്ട് സംസാരിച്ച് തീരുമാനിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചത്. അപ്പം ഞങ്ങൾ എതിർത്തപ്പോൾ അച്ഛൻ ഞങ്ങളുടെ അടുത്ത്, എന്താ നിങ്ങളങ്ങനെ പറയണേ, ഒരു ജീവൻ്റെ കാര്യമല്ലേ, നമുക്ക് ഒരു ജീവൻ നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യണ ഒരു കാര്യം നല്ല പ്രവൃത്തിയല്ലേ അതെന്ന്. അപ്പോൾ ചേച്ചിക്കായാലും ഷിജിക്കായാലും നിങ്ങളുടെ മക്കൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു നന്മ ചെയ്യുമ്പോൾ നിങ്ങളത് വേണ്ടാന്ന് പറയുമോയെന്ന് ചോദിച്ചു അച്ഛൻ. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര വിഷമമായി, വേദനയായി അത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, എന്നാൽ ഇനി ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് എന്നും വിശുദ്ധ കുർബാനയിൽ അച്ഛൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് എടുത്തൊരു തീരുമാനമാണത്. അപ്പം ഇനി ഈശോയുടെ ഇഷ്ടം എന്താണെന്നുണ്ടെങ്കിൽ അത് നിറവേറട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അത്യാവശ്യം ഉടായ്പ പരിപാടികളൊക്കെ നടത്തിയിട്ടാണ് രണ്ടുപേരും കിഡ്നി കൊടുത്തത് അല്ലേ നമുക്ക് തമാശയ്ക്കാണ് പറയാം. അപ്പം നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇവരെയൊക്കെ വീഴ്ത്താനായിട്ട് നമുക്ക് സെൻറ്റിമെൻസിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഹൃദയത്തിലേക്ക് ഒരു തീക്കനൽ ഇട്ട് കൊടുത്താൽ പിന്നെ അവർ മിണ്ടില്ല. ഒരു കിഡ്നി കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ സമ്മതം, സഹോദരങ്ങളുടെ സമ്മതം. അപ്പം നമ്മളൊക്കെ ഡിപ്പെൻഡൻ്റ് ഹ്യൂമൻ ബീയിങ് ആണ്, ആശ്രിതരാണ്. എനിക്കറിഞ്ഞോട്ടെ, ഇത് ക്രിസ്മസ് പ്രോഗ്രാമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ദുഃഖത്തിൻ്റെ കഥയാണ് തോന്നുന്നത്. അല്ല, മാറ്റി പിടിക്കും സന്തോഷത്തിക്കട്ടെ. മണ്ണിൽ ഇതാ സ്വർഗം ഇറങ്ങി വന്നിതാ, മണ്ണിൽ ഇതാ സ്വർഗം ഇറങ്ങി വന്നിതാ. മാലോകരെല്ലാം പാടിടുന്ന നേരം, മാനത്തു മിന്നിടുന്ന താരകങ്ങളെല്ലാം. മാലോകരെല്ലാം പാടിടുന്ന നേരം, മാനത്തു മിന്നിടുന്ന താരകങ്ങളെല്ലാം ചേർന്ന് പാടിയതാ, മേരിതൻ സുതനെ വാഴ്ത്തിടുന്നിതാ.